ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ഡയറക്റ്റ് കോസ്റ്റുകളെന്നും ഇൻഡയറക്റ്റ് കോസ്റ്റുകളെന്നും. ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മൾ ഓവർഹെഡ് എന്ന് വിളിക്കാറുണ്ട്, ഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? ഡയറക്റ്റ് കോസ്റ്റുകളിലുള്ളത് ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ആണല്ലേ. എങ്ങനെയാണ് ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നമ്മൾ തിരിച്ചറിയാം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു വുഡിൻ്റെ ടേബിൾ ആണെങ്കിൽ ആ വുഡ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. വിച്ച് മീൻസ് ആ വുഡില്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൽ വുഡാണല്ലേ. സോ അതിനെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലായിട്ട് കാണാം. അതുപോലെ ആ ടേബിളിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അതിൻ്റെ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. ഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയൽറ്റി പറയാൻ പറ്റും. ഓക്കെ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതില്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കില്ല എന്നുള്ള ഒരു എക്സ്പെൻസ്. അത് മെറ്റീരിയലും അല്ല ലേബറും അല്ല. സോ അത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാവും. ഓക്കെ, ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളിൽ വരുന്നതാണ്. നമ്മുടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൽ നിന്നും ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയ കാര്യമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോസ്റ്റിംഗ് സബ്ജക്റ്റിൽ കേട്ടോ. താങ്ക് യു സോ മച്ച്.